ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഹാബിറ്റ്സ്, റുട്ടീൻസ്, ജനറൽ ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആൻഡ് ഷെഡ്യൂൾഡ് ഇവൻറ്റ്സ്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. എർത്ത് ഭൂമി സൂര്യനെ ചുറ്റുന്നു. അങ്ങനെ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സത്യമല്ലേ? ട്രൂത്താണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. ജനറൽ ഫാക്ട്സ് എന്ന എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു, അതായത് ആകാശത്തൂടെ പറക്കുന്നു. അത് ജനറൽ ആയിട്ടുള്ള ഫാക്റ്റാണ്, എല്ലാവർക്കും അറിയുന്ന പൊതു സത്യമാണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഐ വരുമ്പം, യു വരുമ്പം, വി വരുമ്പം, ദേ വരുമ്പം വെർബ് മാത്രമേ വരുള്ളൂ. അതായത് എക്സാമ്പിളായിട്ട് ഐ റീഡ്. ഓക്കെ, അവിടെ എസ് വരില്ല, റീഡ്സ് എന്ന് വരില്ല. ഓക്കെ, പിന്നെ ഹീ വരുമ്പം, ഷീ വരുമ്പം, ഇറ്റ് വരുമ്പം വെർബിൻ്റെ കൂടെ എസ് വരും, വെർബ് കഴിഞ്ഞിട്ട്. അതായത് എക്സാമ്പിളായിട്ട് ഹീ ഈറ്റ്സ്, അവൻ കഴിക്കുന്നു. ഓക്കെ, അപ്പം ഈറ്റ്സ് എന്ന് വരും. അവൻ കഴിക്കുന്നു എന്ന് പറയുന്നത് ഈ ഈറ്റ് എന്ന് പറയില്ല, ഈ ഈറ്റ്സ് എന്നാണ് പറയാം. ഈ ഷീ ഇറ്റൊക്കെ വരുമ്പോൾ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ഹീ സ്വിം ഇൻ ദ പൂൾ. സെക്കൻഡ് ഓപ്ഷൻ ഹീ സ്വിംസ് ഇൻ ദ പൂൾ. അപ്പോൾ ഹീ വരുമ്പോൾ എന്താണ്? എസ് വരണം, വെർബ് കഴിഞ്ഞിട്ട്. ഹീ സ്വിംസ്, അതാണ് ആൻസർ ആയിട്ട് വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കറക്റ്റ്ലി യൂസ് ചെയ്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ദേ ഈറ്റ് ലഞ്ച് ടുഗദർ. ബി ഓപ്ഷൻ ദേ ഈറ്റ്സ് ലഞ്ച് ടുഗദർ. അപ്പോൾ ദേ വരുമ്പം എസ് വെർബിന് വേണ്ട, അപ്പം ദേ ഈറ്റ് എന്ന് മതി. ദേ ഈറ്റ് ലഞ്ച് ടുഗദർ. കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഷീ ഡാൻസ് വെരി വെൽ. ഓപ്ഷൻ ബി ഷീ ഡാൻസസ് വെരി വെൽ. ഷീ വരുമ്പം എസ് വരണം, വെർബ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഷീ ഡാൻസസ് വെരി വെൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വി ട്രാവൽ ബൈ ട്രെയിൻ, ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ വി ട്രാവൽസ് ബൈ ട്രെയിൻ. വി വരുമ്പം ട്രാവലിനേ വരുള്ളൂ, എസ് വേണ്ട. വി ട്രാവൽ ബൈ ട്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്. മലയാളം ക്വസ്റ്റ്യനിൽ മലയാളമാണെങ്കിൽ ആൻസർ നമ്മൾ ഇംഗ്ലീഷിൽ ആൻസർ പറയണം, ഇംഗ്ലീഷിൽ ആൻസർ പറയണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എല്ലാ മോർണിംഗും എക്സസൈസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാം? ഐ എക്സസൈസ് എവറി മോർണിംഗ്. ഐ വരുമ്പോൾ എസിൻ്റെ ആവശ്യമില്ല, അപ്പോൾ എക്സസൈസ് എന്ന് മതി. ഐ എക്സസൈസ് എവറി മോർണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, അവൾ സുന്ദരമായ പിക്ചേഴ്സ് വരയ്ക്കുന്നു. ഷീ ഡ്രോസ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അവിടെ എസ് വരണം. ഷീ കഴിഞ്ഞാൽ ഷീ വരുമ്പോൾ എസ് എന്ന് വരണം വെർബിന്. ഷീ ഡ്രോസ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അവൻ 3 ലാംഗ്വേജസ് സംസാരിക്കുന്നു. ഹീ സ്പീക്സ് 3 ലാംഗ്വേജസ്. ഹീ വരുമ്പോൾ വെർബ് കഴിഞ്ഞിട്ട് എസ് എന്ന് വരണം, അപ്പോൾ ഹീ സ്പീക്സ്. അവർ ടെമ്പിളിൽ പ്രാർത്ഥിക്കുന്നു. ദേ പ്രേ അറ്റ് ദ ടെമ്പിൾ. ദേ വരുമ്പോൾ വെർബ് കഴിഞ്ഞിട്ട് എസ് എന്ന് വരേണ്ട ആവശ്യമില്ല, അത് ദേ പ്രേ എന്നാണ് വരും. ദേ പ്രേ അറ്റ് ദ ടെമ്പിൾ. നമ്മൾ വെതർ എൻജോയ് ചെയ്യുന്നു. വി എൻജോയ് ദ വെതർ. വി വരുമ്പം എസ് ആവശ്യമില്ല, വെർബ് കഴിഞ്ഞിട്ട്, അപ്പോൾ വി എൻജോയിന്നേ വരുള്ളൂ. നിങ്ങൾ സോങ്സ് പാടുന്നു. യു സിങ് സോങ്സ്. ഞാൻ ഡെയിലി പാൽ കുടിക്കുന്നു. ഐ ഡ്രിങ്ക് മിൽക്ക് ഡെയിലി. അവൾ സ്കൂളിലേക്ക് നടക്കുന്നു. ഷീ ഗോസ് ടു സ്കൂൾ. ഗോ കഴിഞ്ഞിട്ട് ഷീ വരുമ്പം എസ് വരണം, അപ്പം ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അവൻ വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യും. ഹീ ടൈപ്സ് വെരി ക്വിക്ക്ലി. ഈ വരുമ്പോൾ വെർബ് കഴിഞ്ഞിട്ട് എസ് വരണം. ഹി ടൈപ്സ് എന്ന് വരും. അപ്പോൾ ഹി ടൈപ്സ് വെരി ക്വിക്ക്ലി. അവർ ഒരുപാട് ചിരിക്കുന്നു. ദേ ലാഫ് സോ മച്ച്. ദേ കഴിഞ്ഞിട്ട് വെർബ് ദേ വരുമ്പോൾ ലാഫ്, വെർബിന് ലാഫ് എന്ന് മതി, ലാഫ്സ് എന്ന് വേണ്ട. ദേ ലാഫ് സോ മച്ച്. നമ്മൾ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നു. വി സെലിബ്രേറ്റ് എവറി ഫെസ്റ്റിവൽ. ഞാൻ റെഗുലർലി യോഗ പ്രാക്ടീസ് ചെയ്യുന്നു.
ഐ പ്രാക്ടീസ് യോഗ റെഗുലർലി. അവൾ പൂക്കൾ വളർത്തുന്നു. ഷീ പ്ലാന്റ്സ് ഫ്ലവേഴ്സ്. ഷീ വരുമ്പം വെർബിന് എസ് വരണം. അപ്പോൾ ഷീ പ്ലാന്റ്സ് ഫ്ലവേഴ്സ്. അവൻ പച്ചക്കറികൾ വിൽക്കുന്നു. ഹീ സെൽസ് വെജിറ്റബിൾസ്. ഹീ വരുമ്പം വെർബിന് എസ് വരണം. ഹീ സെൽസ് വെജിറ്റബിൾസ്. അവർ എല്ലാ ദിവസവും ഷോപ്പ് തുറക്കുന്നു. ദേ ഓപ്പൺ ദ ഷോപ്പ് ഡെയിലി. ദേ ഓപ്പൺ ദ ഷോപ്പ് ഡെയിലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എല്ലാ മാസവും പണം സേവ് ചെയ്യുന്നു. ഐ സേവ് ദ മണി എവറി മന്ത്. ഐ വരുമ്പോൾ എസിൻ്റെ ആവശ്യമില്ല, സേവ് എന്ന് മതി. ഐ സേവ് മണി എവറി മന്ത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെർ ഡു യു ലിവ്? ഐ ലിവ് ഇൻ കോഴിക്കോട്. ഐ വരുമ്പോൾ എസിൻ്റെ ആവശ്യമില്ല, ഐ ലിവ് ഇൻ കോഴിക്കോട് എന്ന് മതി. വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ് എവറി ഡേ? ഐ വേക്ക് അപ്പ് അറ്റ് 7 AM എവറി ഡേ. വാട്ട് ടൈം ഡു യു ഈറ്റ് ലഞ്ച് എവറി ഡേ? ഐ ഈറ്റ് ലഞ്ച് അറ്റ് 1 PM എവറി ഡേ. ഹൗ റെഗുലർലി ഡു യു എക്സസൈസ്? I exercise in the morning and evening regularly. Who cooks at your home every day? My mother cooks every day. How frequently do you meet your friends? I meet my friends monthly. How frequently you clean your house? I clean my home monthly. What do you watch on TV regularly? I watch Flowers Top Singer and serials regularly. What time do you sleep every day? I sleep at 10:30 PM every day. ഇപ്പോൾ ക്ലിയർ ആയോ? അതായത് ഐ വരുമ്പം, യു വരുമ്പം, വി വരുമ്പം, ദേ വരുമ്പം വെർബിന് എസിൻ്റെ ആവശ്യമില്ല. അതായത് ഹൈ റീഡെന്നേ പറയുള്ളൂ. പക്ഷേ ഹീ വരുമ്പം, ഷീ വരുമ്പം, ഇറ്റ് വരുമ്പം വെർബിൻ്റെ കൂടെ എസ് വരണം, എസ് ഫോം വരണം വെർബിൻ്റെ കൂടെ. അതായത് ഹീ ഈറ്റ്സ്, അവൻ കഴിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? സിമ്പിൾ പ്രസൻറ്റൻസ്. അടുത്ത ചാപ്റ്റർ സിമ്പിൾ പാസ്റ്റ് തന്നെ, ഇറഗുലർ പാസ്റ്റ് വേർബ്സ് ആണ്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ, ഇറഗുലർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.